ഉണ്ടോ നമ്മുടെ നിലവിളക്കിൻ്റെ അകം ഇവിടെയൊക്കെ ഉണ്ട് ആകെ അഴുക്ക് പിടിച്ചിട്ട് കുറേ ക്ലാവുണ്ട്. അതൊക്കെ നമുക്ക് തേച്ച് വെളുപ്പിച്ച് പുത്തം പോലെ ആക്കിയെടുക്കാം. ഉണ്ട് ഇങ്ങനൊരു സാധനം ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് പാത്രം. അതിട്ട് ഞാൻ ഇത് ക്ലീൻ ആക്കിയിട്ട് എനിക്ക് ശരിയായിട്ട് വന്നില്ല. എൻ്റെ റെഡ് കളറായിപ്പോയി. ഇതുണ്ടോ ഇവിടെയൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉരച്ചിട്ട് ക്ലീൻ ആക്കിയത് നല്ല റെഡ് കളറായിരുന്നു ഇവിടെയൊക്കെ. നമ്മൾ ഈ സാധനം ഇവിടെ എല്ലാം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. പിടിപ്പിച്ചിട്ട് പിന്നെ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും പേപ്പർ മതി. പേപ്പർ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഉരയ്ക്കും. കുറച്ച് പണിയാട്ടോ ഇത്. പക്ഷെ പണി കഴിയുമ്പോൾ നല്ല എ ക്ലാസ് സാധനം കിട്ടും. ഇങ്ങനെ ഉരച്ചിട്ട് പിന്നെ നമുക്ക് വേസ്റ്റ് ഇങ്ങനെ കോട്ടൺ വേസ്റ്റ് ഇല്ലേ, കോട്ടൺ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇതൊക്കെ പഴയ എന്തെങ്കിലും തുണി ഉണ്ടെങ്കിൽ കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വീണ്ടും നമ്മളിങ്ങനെ ഉരച്ച് കൊടുക്കണം. ഉണ്ടോ ഉരയ്ക്കുമ്പോൾ കുറേ നേരം ഉരയ്ക്കുമ്പോൾ വീണ്ടും വീണ്ടും അതിൽ അഴുക്ക് ഇങ്ങനെ വരും. ഉണ്ടോ നമ്മൾ ഈ ഒരു കുറച്ച് ഭാഗം മാത്രമേ അങ്ങനെ വെക്കണ്ട. കേട്ടോ ഇത്തിരി വെളുത്ത് ഇപ്പോൾ നമ്മൾ അത്രയും ഉരച്ചതാണ്. എന്നിട്ട് വീണ്ടും കോട്ടൻ്റെ വേസ്റ്റ് ഇട്ടിട്ട് അല്ല വൈറ്റ് തുണി ഇട്ട് തുടയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അഴുക്ക് പോകുന്നത്. കേട്ടോ നമ്മൾ എത്ര ഉരച്ചാലും ഇത് കിട്ടും. കണ്ടോ നമ്മൾ ഈ ഭാഗം മാത്രമേ നമ്മൾ ഉരച്ചുള്ളൂ. ഇതുണ്ട് തിളങ്ങണേ. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ ഇരിക്കുന്നത്. നമുക്കിത് മൊത്തം ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം. അതൊക്കെ സഹായിക്കാൻ കയറി ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ തേച്ച് നല്ല വൃത്തിയാക്കി കിണ്ടി ഒക്കെ തേച്ച്. ഇത് ക്ലാവല്ല കേട്ടോ, ഇത് കുറച്ചൊരു ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തോ സാധനം തേച്ച് ഇതിൻ്റെ ആ റെഡ് കളറൊക്കെ പോയി. അത് ഞാൻ ഓർത്തില്ല പോകുന്നത്, പോയിട്ടുണ്ട്. അത് ഇത് മേടിക്കാൻ പോകാൻ പറ്റാത്ത സമയത്ത് അടുത്ത കടയിൽ നിന്ന് മേടിച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷെ ചീറ്റി. ഇത് നല്ല സ്വർണ്ണ കളറായി. ഇതേക്ക് ഞാൻ മലയാളത്തിൽ തേക്കാൾ വെറുതെ തുടച്ചിട്ട് തിരിയിടുള്ളൂ. ഇപ്പം തേച്ച് ഇത് കൊച്ചു തേച്ചതാണ്. അവൻ തേച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുളിക്കാൻ പറഞ്ഞ് അവനെ ഓടിച്ച് വിട്ടത് കൊണ്ട് പിന്നെ ഞാൻ കഴിക്കില്ല. അത് അത്രയും തന്നെ വെച്ച് ക്ലീനാക്കി വെച്ചുള്ളത്. എന്നാലും അവൻ മാക്സിമം വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ വിളക്കിൻ്റെ ക്ലാവൊക്കെ പോയി. ഇത് ഫുള്ള് എനിക്ക് അമ്മ തന്നതാണ് കല്യാണത്തിൽ. ഇതുകൊണ്ട് അമ്മയുടെ പേരുണ്ട്. അമ്മ ഇതേ കുത്തി വെച്ചിട്ടുണ്ട്. അമ്മയുടെ ഓർമ്മയ്ക്കാന്ന് പറഞ്ഞ് കുത്തി വെച്ചതാണ്. പക്ഷെ ഇപ്പം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വിളക്കൊക്കെ ഇങ്ങനെ തേച്ച് വെക്കുന്നത്. അപ്പോൾ പക്ഷെ അമ്മയില്ല കാണാനായിട്ട്. അപ്പോൾ അമ്മ കല്യാണം കഴിഞ്ഞ സമയം മുതൽ അച്ഛന് വർക്ക്ഷോപ്പിൽ പെയിൻറ്റിങ് പണി ആയതുകൊണ്ട് വർക്ക്ഷോപ്പിൽ നിന്ന് മറ്റേ വണ്ടിയുടെ പോളിഷ് ചെയ്യുന്ന സാധനം എടുത്തുകൊണ്ട് വരും. അതിട്ടിട്ട് അമ്മ വിളക്ക് തേച്ച് എപ്പോഴും വിളക്ക് നല്ല സ്വർണ്ണ കളറിൽ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഞങ്ങളും അത് തന്നെ ഇതിപ്പോൾ കിട്ടാണ്ട് വന്ന് പരീക്ഷിച്ചത് കൊണ്ടാണ് എൻ്റെ വിളക്ക് ഇങ്ങനെ കൊള്ളായത്. പക്ഷെ നന്നായി. എനിക്ക് ചിലപ്പോൾ അത് അറിയത്തില്ലാഞ്ഞിട്ടായിരിക്കും ഇത് ഉപയോഗിക്കണം എങ്ങനെയാണ്. ചിലപ്പം അത് വേറെ എന്തെങ്കിലും രീതിക്കായിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് ഈ സാധനമാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്ക്. ഒത്തിരി ക്ലാവ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും പിന്നെ അച്ചടിച്ചടിച്ച്. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ക്ലീൻ ആക്കണ നല്ല വൃത്തിയായിട്ടിരിക്കും. അമ്മ ഇത്ര കുറേ കൊല്ലങ്ങൾ, കുറേ വർഷങ്ങൾ ഇപ്പോഴും ആ വിളക്ക് വീട്ടിലിരിപ്പുണ്ട്. അമ്മയില്ലെങ്കിൽ അനിയത്തിയുടെ അടുത്ത് ആ വിളക്കുണ്ട്. അവളത് കത്തിക്കുന്നൊക്കെയാണ്. അപ്പോൾ വിളക്കങ്ങനെ ഇതിങ്ങനെ തേഞ്ഞു പോകുന്നൊന്നുമില്ല. എന്നും കഴുകുന്നൊന്നുമില്ലല്ലോ അതിട്ടിട്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. വിളക്കങ്ങനെ തേഞ്ഞ് തീർന്നു പോകത്തൊന്നുമില്ല. ഇതിൽ കത്തിക്കുമ്പോൾ തന്നെ എന്തൊരു ഐശ്വര്യം. എല്ലാവരും റബ്ബിംഗ് കോമ്പൗണ്ട് വാങ്ങിച്ചിട്ട് ഒന്ന് തേച്ച് നോക്കാം.